ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡോറ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് പാൻ കേക്കാണ്. അപ്പോൾ ഇത് ഞാനല്ല ഉണ്ടാക്കണത്, എൻ്റെ മോൻ ആദർശാണ്. അപ്പോൾ മോൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പക്ഷേ കൂടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ മോനിത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ചെയ്യണമെന്ന് മോൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ കൂടെ എടുക്കാമെന്ന്. അപ്പോൾ മോൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 10 രൂപയുടെ പാക്കറ്റാണ്, 3 പാക്കറ്റ്. അപ്പം ചെറിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് 3 പാക്കറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ പാക്കറ്റാണെങ്കിൽ 1 എടുത്താലും മതിയാകും. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം ഫ്ലേവറുള്ള ക്രീമിൻ്റെ ബിസ്ക്കറ്റ് എടുക്കാം. ആദ്യം തന്നെ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ബിസ്ക്കറ്റും അതിനുള്ളിലുള്ള ക്രീമും കൂടി 2 ബൗളിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓറിയോയുടെ 15 ബിസ്ക്കറ്റാണ്. മോനാണെങ്കിൽ ബിസ്ക്കറ്റും അതിനുള്ളിലുള്ള ക്രീമും കൂടി സെപ്പറേറ്റ് ചെയ്ത് 2 ബൗളിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. ക്രീം സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിലേക്ക് 80 ml പാലൊഴിച്ച് കൊടുക്കണം, അതായത് 1/3 കപ്പിൽ. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബിസ്ക്കറ്റൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് ഒരു 10 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മോനിത് ക്ലിംഗ് റാപ്പ് വെച്ചാണ് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലിംഗ് റാപ്പ് മാറ്റിയതിന് ശേഷം മോനിത് പാനിലൊഴിച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി പാൻ എടുത്ത് വെച്ച് പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തവി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരേ അളവിൽ കിട്ടാനായിട്ട് കേട്ടോ. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതിയാകും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ ഹോൾസ് വരും. ഹോൾസ് മൊത്തം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഹോൾസ് എല്ലാം വന്ന് ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അടിഭാഗം കൂടി ജസ്റ്റ് 1 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എടുക്കാവുന്നതാണ്. ബാക്കിയിരിക്കുന്നതും കൂടി സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പം മോനിവിടെ 4 എണ്ണമാണ് കേട്ടോ ചുട്ടെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ടൊരു ക്രീമും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇപ്പം നല്ല ലൂസായി നല്ലതുപോലെ ഒരു ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുന്തോറും ബട്ടറിൻ്റെ യെല്ലോ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലിരുന്ന ക്രീം മാറ്റി വെച്ചിരുന്നില്ലേ, ആ ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി വൈറ്റ് കളർ ക്രീം ആയിട്ടുണ്ട്. ഇനി ഇത് പാൻ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഒരു പാൻ കേക്ക് എടുത്ത് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറ്റൊരു പാൻ കേക്ക് എടുത്ത് മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ ക്രീമിൻ്റെ ഇതിൽ തന്നെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും, കുഴപ്പമൊന്നുമില്ല, ഇളകി പോകത്തില്ല. അപ്പോൾ ഒരു ഡോറ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മോനിവിടെ 2 ഡോറ കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിക്കുന്നുണ്ട്. എൻ്റെ മോൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് നോക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് അല്ല കേട്ടോ, വലിയവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.